Welcome back. So today we are starting a new chapter, motion in one dimension or motion in a straight line. എന്താണ് മോഷൻ? ആദ്യമായിട്ട് എന്താണ് മോഷൻ എന്ന് നമുക്ക് ചിന്തിക്കാം. An object is said to be in motion if its position changes with time. ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിന് ആപേക്ഷികമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയാം. ഇപ്പം നമ്മുടെ റൂമിലിരിക്കുന്ന ഒരു കസേരയോ അല്ലെങ്കിൽ ഒരു മേശയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ ഡെസ്കോ ഒന്നും സ്ഥാനം മാറുന്നില്ല അല്ലെ. നമ്മളെ നോക്കുന്ന സമയത്ത് ആ മേശയുടെ സ്ഥാനം മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വസ്തു ചലിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ നോക്കുകയാണെങ്കിൽ സമയം മാറും തോറും അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചലനം നമ്മളെല്ലായ്പ്പോഴും പ്രസ്താവിക്കുന്നത് സമയത്തിന് ആപേക്ഷികമായിട്ട് അതിൻ്റെ സ്ഥാനത്തിന് വരുന്ന മാറ്റത്തെ ആശ്രയിച്ചിട്ടാണ്. സോ എ ബോഡി സെഡ് ടു ബി ഇൻ മോഷൻ ഈഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. സമയം കടന്നു പോകുന്തോറും ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാവുന്നതാണ്. മോഷൻ്റെ പ്രോപ്പർട്ടിയാണ് മോഷൻ ഈസ് റിലേറ്റീവ്. മോഷൻ ഈസ് റിലേറ്റീവ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു ക്ലാസ് റൂമിൽ കയറി നോക്കുന്ന സമയത്ത് ആ ക്ലാസ് റൂമിലെ മേശയും ബെഞ്ചും എല്ലാം നിശ്ചലാവസ്ഥയിലാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ എർത്തിൻ്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? മേശയും ബെഞ്ചും സ്കൂളും മാത്രമല്ല, ഭൂമി മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഭൂമി നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷൻ്റെ ഒരു പിക്ചറല്ല ഭൂമിയുടെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അത് മോഷൻ്റെ പ്രോപ്പർട്ടിയാണ്. മോഷൻ ഈസ് റിലേറ്റീവ്. മോഷൻ എല്ലായ്പ്പോഴും ആപേക്ഷികമാണ്. ദെൻ മോഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഫ്രെയിം ഓഫ് റഫറൻസ്. ഫ്രെയിം ഓഫ് റഫറൻസ്. നമ്മളെല്ലായ്പ്പോഴും ചലനത്തെക്കുറിച്ച് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ഫ്രെയിം ഓഫ് റഫറൻസിനെ ആശ്രയിച്ചിട്ടാണ്. സോ ഫ്രെയിം ഓഫ് റഫറൻസ് ഈസ് എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് വിത്ത് റെഫറൻസ് ടു വിച്ച് ആൻ ഒബ്സർവർ ഡിസ്ക്രൈബ്സ് എനി ഇവന്റ്. ഏതൊരു ഇവന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാ പ്രവർത്തനവും നമ്മളൊരു ഫ്രെയിം ഓഫ് റെഫറൻസിന് ആപേക്ഷികമായിട്ടാണ് പറയുന്നത്. സോ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് വിത്ത് റെഫറൻസ് ടു വിച്ച് ആൻ ഒബ്സർവർ ഡിസ്ക്രൈബ്സ് ആൻ ഇവന്റ്. ഒരു ഇവന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്സർവർ ആശ്രയിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തെയാണ് നമ്മളെല്ലായ്പ്പോഴും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോർഡിനേറ്റ് സിസ്റ്റം. നമുക്കറിയാം എന്താ കോർഡിനേറ്റ് സിസ്റ്റം? എക്സ്, വൈ, സെഡ് എന്നീ ആക്സിസ് വരുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാറുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഹീസ് ഓൺ എ പ്ലാറ്റ്ഫോം, റൈറ്റ്? ഹീസ് ഓൺ എ പ്ലാറ്റ്ഫോം and this platform is his frame of reference, and with reference to this frame of reference or with reference to this platform he is saying the tree is at rest. The tree is at rest. ഓക്കെ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് അയാൾ റെസ്റ്റിലാണ്, അതുപോലെ ആ പ്ലാറ്റ്ഫോം റെസ്റ്റിലാണ്. അപ്പോൾ അതിന് ആപേക്ഷികമായിട്ട് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നു ദ ട്രീ ഈസ് അറ്റ് റെസ്റ്റ്. ട്രീ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടത്, അദ്ദേഹം നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ആണ് അദ്ദേഹത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി മറ്റൊരു ചിത്രം നോക്കാം. ദ ട്രീ ഈസ് ഇൻ മോഷൻ. ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് ഒരു ട്രെയിനിൻ്റെ മുകളിലാണ്. സോ ഇറ്റ് ഈസ് എ മൂവിങ് ട്രെയിൻ, റൈറ്റ്? ദിസ് മൂവിങ് ട്രെയിൻ ഈസ് ഹിസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഈ മൂവിങ് ട്രെയിനിൽ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നുകയാണെന്ത്? ദ ട്രീ ഈസ് ഇൻ മോഷൻ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു അനുഭവമാണ്. നമ്മൾ വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഈ മരങ്ങളും ചെടികളും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ പുറകോട്ട് ഓടുന്നതായിട്ട്, നമ്മൾ നിശ്ചലാവസ്ഥ ഇരിക്കുന്നതായിട്ടും അല്ലേ. അപ്പം നമ്മൾ നിശ്ചലാവസ്ഥയിൽ ഇരുന്നു കൊണ്ട്
മറ്റ് പ്രത്യേകിച്ചും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, കാര്യം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പൊതുവെ അനക്കം കുറവായിരിക്കില്ല. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിന് ഇളക്കം കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മൂവ് ചെയ്യുന്ന ഫീലിംഗ് കിട്ടും. അതേസമയം ട്രെയിനിലൊക്കെ അധികം ഇളക്കം ഇല്ലാതെ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ വാഹനങ്ങളും മരങ്ങളും എല്ലാം പുറകോട്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിലാണെന്നും ബാക്കി എല്ലാ വസ്തുക്കളും മൂവ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ട്രെയിനിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിരിക്കുന്ന ആ സ്ഥലമാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ നമ്മൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കാറുള്ളത്. സോ വിത്ത് റെഫറൻസ് ടു ദിസ് ഫ്രെയിം, ദാറ്റ് മീൻസ് വിത്ത് റെഫറൻസ് ടു എ മൂവിംഗ് ട്രെയിൻ, ദിസ് പേഴ്സൺ ഫീൽ ദാറ്റ് the tree is in motion. So when we compare these two pictures, you can see but here the frame is a moving one, right? The frame is a moving one. Here the frame is at rest. അപ്പോൾ നമ്മൾ ഏതൊരു ഫ്രെയിമിനെ ആശ്രയിച്ചിട്ടാണോ നമ്മൾ ചലനം പറയുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ട് പലപ്പോഴും നമുക്ക് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും പറയാൻ കഴിയാറുള്ളത്. So when we compare these two, you can see here both the tree and the observer both are in the same frame, but here you can see the tree and the observer are in two different frames, right? Here this person is in a moving frame, but here the tree is in a frame which is at rest. Moving frame എന്ന് പറയാൻ കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കുന്ന സമയത്താണ് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതേസമയം ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇദ്ദേഹം റെസ്റ്റിലാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നിശ്ചലാവസ്ഥയിലും ബാക്കി എല്ലാ വസ്തുക്കളും മൂവ് ഫീൽ ചെയ്യുന്ന പോലെ ട്രെയിനിൽ നിൽക്കുന്ന ആൾ നോക്കുന്ന സമയത്ത് എന്താ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്, ബാക്കി എല്ലാ വസ്തുക്കളും ചലിക്കുന്നതായിട്ടും അയാൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടും തോന്നും. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രെയിം റെസ്റ്റിലായിട്ടാണ് അയാളുടെ സങ്കല്പം. ഓക്കെ, ഇനി ഫസ്റ്റ് പിക്ചറിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രെയിം നമ്മൾ സങ്കല്പിക്കുന്നത്? ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് രണ്ട് ആക്സിസുകൾ സങ്കല്പിക്കാം, സേ എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് വൈ എന്ന് രണ്ട് ആക്സ് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഈ കേസിൽ ഈ പ്ലാറ്റ്ഫോം ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരേ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് എന്തുള്ളത്, ഈ ട്രീയും ഈ വ്യക്തിയുള്ളത്, ഈ ഒബ്സർവർ ഉള്ളത്. ബട്ട് ഇൻ ദ സെക്കൻഡ് പിക്ചർ both are in two different frames, right? Tree is in one frame and this observer is in a different frame, right? And the frame in which the observer is standing is in motion. അപ്പോൾ ഈ ഒബ്സർവർ അല്ല മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഈ ഫ്രെയിമാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിലാണ് നമുക്ക് മോഷനെ നമ്മൾ പലപ്പോഴും ഡിഫൈൻ ചെയ്യാറുള്ളത്. സോ വിത്ത് റെഫറൻസ് ടു a frame we will define what motion. So an object is said to be at rest if its position does not change with time. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആദ്യം എന്താ പറഞ്ഞത്, an object is said to be in motion if its position changes with time. Now finally we can see that an object is said to be at rest if its position does not change with time. അപ്പോൾ ഒരു വസ്തുവിന്റെ സ്ഥാനം സമയത്തിന് ആപേക്ഷികമായിട്ട് മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാൻ കഴിയും. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ ഫോം ഓഫ് എക്സ്പ്ലെയിനിങ് മോഷൻ. നെക്സ്റ്റ്, പാർട്ടിക്കിൾ. നമ്മളെല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് പാർട്ടിക്കിൾ. ഇപ്പോൾ മോഷനിൽ എന്താണ് പാർട്ടിക്കിൾ? ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് മാറ്റർ വിത്ത് സീറോ ഡയമെൻഷൻ which can be described by its mass and position is defined as particle. നമ്മൾ പലപ്പോഴും ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഇൻ മോഷൻ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം സീറോ ഡയമെൻഷൻ, അതായത് അതിൻ്റെ സൈസ്, അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. അതാണ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത് സീറോ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കാണുകയോ അല്ലെങ്കിൽ അളക്കുകയോ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു സൈസ് അതിനെ നമ്മൾ സങ്കല്പിക്കുന്നത്. ആൻഡ് ഡിസ്ക്രൈബ് വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ് ബൈ ഇറ്റ്സ് മാസ് ആൻഡ് പൊസിഷൻ. പക്ഷെ അതിൻ്റെ മാസും
പൊസിഷൻ നമുക്ക് ആവശ്യവുമാണ്. വേറൊരു വാക്കാണ് പോയിന്റ് മാസ്. ഇഫ് ദ സൈസ് ഓഫ് എ ബോഡി ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് റേഞ്ച് ഓഫ് മോഷൻ ദെൻ ദ ബോഡി ഈസ് നോൺ ആസ് എ പോയിന്റ് മാസ്. പലപ്പോഴും നമ്മൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പോയിന്റ് മാസ്. അപ്പോൾ ഒരു വസ്തു ചലിച്ച ദൂരം അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ സൈസിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരത്തെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ വലിപ്പം എത്രയോ തുലവും ചെറുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ മാസ് ഈസ് എ പോയിന്റ് മാസ്. ഇഫ് ദ സൈസ് ഓഫ് എ ബോഡി ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് range of motion then that body is known as a point mass. Then types of motion. ഏതെല്ലാം തരത്തിലുള്ള മോഷൻസ് ഉണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോഷൻ ഓഫ് എ ബോഡി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കാൾഡ് വൺ ഡയമെൻഷണൽ മോഷൻ. എന്നുവെച്ചാൽ നേർരേഖാ പാതയിലൂടെയുള്ള ചലനത്തെയാണ് സാധാരണ നമ്മൾ വൺ ഡയമെൻഷൻ മോഷൻ എന്ന് പറയാൻ കാരണം വൺ ഡയമെൻഷൻ മോഷനിൽ നമുക്കൊരൊറ്റ ആക്സിസ് മാത്രം മതി ആ വസ്തുവിന്റെ ചലനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അത് എക്സ് ആക്സിസ് ആവാം, അല്ലെങ്കിൽ വൈ ആക്സിസ് ആവാം, അല്ലെങ്കിൽ സെഡ് ആക്സിസ് ആവാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്സിസ് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഒരൊറ്റ നേർരേഖാ പാതയിലൂടെ ഒരു വസ്തു നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വൺ ഡയമെൻഷൻ മോഷൻ. എക്സാമ്പിൾ, മോഷൻ ഓഫ് എ കാർ ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. അപ്പോൾ വളവും തിരിവൊന്നുമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയ റോഡ് കൂടെ വാഹനം സ്ട്രെയിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ മോഷൻ. അതിന് ആ കാറിന്റെ ചലനത്തിൽ നമുക്ക് ഒരു എക്സ് ആക്സിലൂടെ ഒരു കാർ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ വൈ ആക്സിലൂടെ നേരെ മുന്നോട്ട് മാത്രം പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ സെഡ് ആക്സിലൂടെ മാത്രം കാർ പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാൻ കാരണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു ഡയമെൻഷണൽ മോഷൻ. എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ? മോഷൻ ഓഫ് എ ബോഡി ഇൻ എ പ്ലെയിൻ ഈസ് കാൾഡ് ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ എന്താ ഒരു പ്ലെയിൻ? വാട്ട് ഈസ് എ പ്ലെയിൻ? ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രതലമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്ലേറ്റിന്റെ പ്രതലം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡിന്റെ പ്രതലം, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഓഫ് ഗ്രാഫ് പേപ്പർ, ഇതെല്ലാം എന്താണ്? ഒരു പ്ലെയിനാണ്. ഇതെല്ലാം പ്രതലങ്ങളാണ്, അല്ലെങ്കിൽ പ്ലെയിനുകളാണ്. ഇവിടെ നമുക്ക് രണ്ട് ആക്സിസ് മാത്രം മതി നമുക്ക് മോഷനെ കുറിച്ച് പറയാൻ. എക്സും വൈയും, അല്ലെങ്കിൽ വൈയും സെറ്റും, അല്ലെങ്കിൽ എക്സും സെറ്റും. അങ്ങനെ ഏതെങ്കിലും രണ്ട് ആക്സിസുകൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ചലനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനാണ് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മോഷൻ ഓഫ് ബില്ലിയാർഡ്സ് ബോൾ. അപ്പോൾ ഒരു ബില്ലിയാർഡ് ബോൾ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ഒരു ബില്ലിയാർഡ് ബോൾ ഒരു സർഫസിലൂടെ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ സർഫസിലൂടെ മാത്രം ചലിച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുള്ള ഒരു ചെറിയ പിറ്റിൽ പോയിട്ട് വീടും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ക്യാരംസ് കളിക്കാറുണ്ട്. അപ്പോൾ ക്യാരംസിന്റെ ആ സ്ട്രൈക്കറും ആ കോയിനും എല്ലാം മൂവ് ചെയ്യുന്ന ഒരു സർഫസിലാണ്, ഒരു പ്ലെയിനിലാണ്. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ടു ഡയമെൻഷണൽ മോഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ത്രീ ഡയമെൻഷണൽ മോഷൻ. ഇപ്പോൾ വൺ ഡയമെൻഷനിലും ടു ഡയമെൻഷനിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്രീ ഡയമെൻഷൻ നമുക്ക് മനസ്സിലാക്കി എളുപ്പമാണ്. വൺ ഡയമെൻഷൻ നമുക്ക് ഒറ്റ ആക്സിസ് മതി. ടു ഡയമെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് രണ്ട് ആക്സിസ് വേണം. ഇനി ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താവശ്യം വരും? മൂന്ന് ആക്സിസുകൾ ആവശ്യമായിട്ട് വരും. സോ മോഷൻ ഓഫ് എ ബോഡി ഇൻ സ്പേസ് ഈസ് കാൾഡ് ത്രീ ഡയമെൻഷണൽ മോഷൻ. ഒരു സ്പേസിൽ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതൊരു ത്രീ ഡയമെൻഷണൽ മോഷനാണ്. സ്പേസിൽ ചലിക്കുക എന്ന് പറയുന്ന സമയത്ത് മോഷൻ ഓഫ് എ ഫ്ലൈയിങ് ഇൻസെക്റ്റ്, ഒരു പറക്കുന്ന ഒരു ചെറിയ ഇൻസെക്റ്റ്, ഉദാഹരണമായിട്ട് ഈച്ചയാണെങ്കിൽ അതൊരു സർഫസിന് മുകളിൽ കുറച്ചു ദൂരം നടക്കും, അല്ലെ, പിന്നെ പറന്നിട്ട് സർഫസിന്റെ വേറൊരു ഭാഗത്ത് പോയിരിക്കും. അപ്പം അത് ആ ഒരു പ്ലെയിനിൽ കൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് എക്സും വൈയും മാത്രം മതി അതിന്റെ ചലനത്തെക്കുറിച്ച് പറയാൻ. പക്ഷെ അത് മുകളിലേക്ക് പറക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആക്സും കൂടെ ആവശ്യമായിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ സെഡ് ആക്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ എക്സും വൈന്റെയും കൂടെ ഒരു അഡീഷണൽ ഡയമെൻഷനും കൂടെ, അല്ലെങ്കിൽ സെഡ് ആക്സും കൂടെ വരുന്നതുകൊണ്ടാണ് അത് ത്രീ ഡയമെൻഷണൽ മോഷനായിട്ട് മാറുന്നത്. മോഷൻ ഓഫ് എ ഫ്ലൈയിങ് ഇൻസെക്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ത്രീ ഡയമെൻഷണൽ മോഷൻ. Now, suppose that a body is in motion. So, when a body is in motion, there will be some qualities that can be attributed to that body. അപ്പോൾ എന്തെല്ലാമാണ് ഈ ക്വാളിറ്റീസ്? ഒരു മൂവിങ് ബോഡിയുടെ ക്വാളിറ്റീസ് എന്തെല്ലാമാണ്? സ്പീഡ്, ആക്സലറേഷൻ, പിന്നെ ഇതിനോട് ചേർത്ത് നമുക്ക് വേറെ ഫോഴ്സ് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേറെ കുറേ ക്വാളിറ്റീസ് നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ സ്പീഡ്, ആക്സലറേഷൻ തുടങ്ങിയവയാണ് ഒരു മൂവിങ്
ബോഡിക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റീസ്. ഇനി അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഒരു ബോഡിക്ക് രണ്ട് തരത്തിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒന്ന് ഡിസ്റ്റൻസ് തന്നെ, മറ്റൊന്ന് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്റ്റൻസും അതുപോലെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഡിസ്റ്റൻസും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഈ രണ്ട് വാക്കുകൾ നമുക്ക്, രണ്ട് ടേംസ് നമുക്ക് ആവശ്യമുള്ളതാണ്. അവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? സപ്പോസ് ദാറ്റ് എ ബോഡി മൂവ്സ് ഫ്രം എ ടു സി ത്രൂ ദ പാത്ത് ബി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, 3 മീറ്റർ സഞ്ചരിക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു, 4 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ആക്ച്വൽ അത് ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത് എന്താണ്? എ ടു ബി പിന്നെ ബി ടു സി ആണ് അതിൻ്റെ ആക്ച്വൽ ട്രാവലിംഗ് പാത്ത്. ഈ ആക്ച്വൽ ട്രാവലിംഗ് പാത്തിനെ പറയുന്ന പേരാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന പാത്താണെന്ത്? അതിൻ്റെ ഡിസ്റ്റൻസ്. അതേസമയം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള എയും ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടുള്ള സിയും തമ്മിലുണ്ടാകാവുന്ന നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നേർരേഖ അകലം, അതിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ആക്ച്വലി ട്രാവൽഡ് പാത്ത് എന്ന് പറയുന്നത് എ ടു ബി ടു സി ആണ്. അതേസമയം അതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ വി വിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വാട്ട്? Distance is equal to A to B. Distance is 3 meter. Then B to C is 4 meter. Therefore, 7 meter is the actual distance traveled. Right? Actual path followed. Then the straight line distance between starting and finishing points is called, that is called displacement. It is called displacement. So, what is the displacement? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എങ്ങനെയാണ്? The displacement is AC. AC is equal to root of AB square plus BC square. And what is AB square? It is 3 square. 3 square is equal to 9 plus 4 square is equal to 16. Therefore, root 25, that is equal to 5. So, 5 meter is the displacement. And we can see that distance is different from the displacement. Distance and displacement are two different terms. Then we can also notice that distance is more than the displacement, or displacement is less than the distance. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമല്ല. നമുക്ക് ചില വ്യത്യാസങ്ങൾ അവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡിസ്റ്റൻസ് കൂടുതലും ഡിസ്പ്ലേസ്മെന്റ് കുറവായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ദ ബേസിക് ഡിഫറൻസ് ഈസ് ഡിസ്റ്റൻസ് ഈസ് ദ ആക്ച്വൽ പാത്ത് ഫോളോഡ്, ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ distance between starting and finishing point. Then there is one more point to be noticed. That is, for distance there is no specific direction. അല്ല, എ ടു ബിയിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻ അല്ല ബി ടു സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എയിൽ നിന്ന് സി വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വസ്തുവിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ ദർ ഈസ് നോ സ്പെസിഫിക് ഓർ ദർ ഈസ് നോ പർട്ടിക്കുലർ ഡയറക്ഷൻ ദാറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ്. അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്കൊരു പ്രത്യേക ഡയറക്ഷൻ പറയാൻ കഴിയില്ല. എന്നാൽ അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എ മുതൽ സി വരെ ഡയറക്ഷൻ ഒറ്റൊന്ന് മാത്രമാണ്, അല്ലെ ഒരേ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഡയറക്ഷൻ ഈസ് സ്പെസിഫിക്. സോ സ്പെസിഫിക് ഡയറക്ഷൻ ക്യാൻ ബി അസൈൻഡ് ടു ഡിസ്പ്ലേസ്മെന്റ്, ബട്ട് നോ സ്പെസിഫിക് ഡയറക്ഷൻ ക്യാൻ ബി അസൈൻഡ് ടു ഡിസ്റ്റൻസ്. അങ്ങനെ സ്പെസിഫിക് ഡയറക്ഷനിലുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്ടേഴ്സ്. അതുപോലെ സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് പറയുന്ന പേരാണ് സ്കേലേഴ്സ്. ഇനി സ്കേലേഴ്സിനെ കുറിച്ചും വെക്ടേഴ്സിനെ കുറിച്ചും നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത പാഠത്ത് പഠിക്കാനുണ്ട്. സോ ഫോർ ദ ടൈം ബീയിങ് we can see that distance is a scalar quantity and displacement is a vector quantity. So distance, it is the actual path length covered by a moving particle in a given interval of time. That is the definition of distance. Then distance is a scalar quantity. But what is displacement? Displacement is straight line distance between initial and final positions. Then displacement is a vector quantity. Then there is a common feature between these two. Both are having same dimensions and
units. So this is a common feature for both the displacement and distance. And what is the dimension? You know, distance is a length measurement. Therefore, for both the distance and displacement, the dimension is m raised to 0, l raised to 1, t raised to 0. And what is the unit? Unit is meter, right? For both case, the unit is meter. Then we have also seen that distance is greater than or equal to displacement. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ കണ്ടു, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാണ്. ബട്ട് there will be some instances where distance will be equal to displacement, but there will not be any instance where displacement is greater than distance. ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാവില്ല. ഒന്നെങ്കിൽ അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനേക്കാളും കുറവോ അല്ലെങ്കിൽ തുല്യമോ ആവുകയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്കറിയാം 4 മീറ്ററും 3 മീറ്ററും ആകെ 7 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ പ്ലസ് 3 മീറ്റർ ഈസ് ഈക്വൽ ടു 7 മീറ്റർ. ദെൻ അറ്റ് ദ സെയിം വാട്ട് വാസ് ദ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരെ ചെയ്ത് കഴിഞ്ഞാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 5 മീറ്റർ കണ്ടാണ്. ഈ കേസിൽ എന്താ കാണാൻ പറ്റുന്നത്? ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ഡിസ്റ്റൻസ്, അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. ഇനി സപ്പോസ് ദ ബോഡി ഈസ് മൂവിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ 5 മീറ്റർ ദൂരം സഞ്ചരിക്കുകയാണ് ഒരു വസ്തു. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? നൗ ദ ഡിസ്റ്റൻസ് ഈസ് 5 മീറ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൾസോ 5 മീറ്റർ, right? So in this case, both the distance and displacement are equal. So in the previous case, the straight line distance between starting and finishing point is 5 meter. In the second example, both the distance and displacement are same. Why? Because the body is moving along a straight line. അപ്പോൾ straight line movement ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ജേർണിയിലാണെങ്കിൽ ബോത്ത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി സെയിം. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. വേർ ദ ബോഡി ഈസ് ഇൻ സർക്കുലർ മോഷൻ. ഒരു ബോഡി അതിന് സർക്കുലർ മോഷനിലാണ്. ആൻഡ് സപ്പോസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ആർ ഈസ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പോൾ 2 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്ത് കൂടെ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്ത് വരും? 2πr, അല്ലേ? അപ്പോൾ r ഈക്വൽ ടു 2 ആയതുകൊണ്ട് 4π ആണെന്ത് ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദെൻ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എന്താണ് ഡെഫിനിഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ ഈ വസ്തു യാത്ര തുടങ്ങിയ അതേ ബിന്ദുവിൽ തന്നെ അതിന്റെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും, റൈറ്റ്? സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. സോ വി ഹാവ് സീൻ ദാറ്റ് displacement can be less than distance, displacement may be equal to distance, and displacement may be 0 also. Displacement is 0 വരാം, പിന്നെ അത് ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണെന്ന് കണ്ടു. പിന്നെ ചില അവസരങ്ങളിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നത് ഡിസ്റ്റൻസിന് തുല്യമാവുകയും ചെയ്യും. ഓക്കെ, now we can have a comparison between distance and displacement. So distance is the length of the path traveled by a body while moving from an initial point to final point, but displacement is the shortest distance or the straight line distance between initial and final positions. Second point, distance is a scalar, displacement is vector. Third point, distance measured is always positive, displacement can be positive or negative depending on the reference point. അപ്പോൾ റെഫറൻസ് പോയിന്റിന് ആപേക്ഷികമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അപ്പോൾ റെഫറൻസ് പോയിന്റിൽ നിന്ന് മുകളിലേക്കുള്ള യാത്ര അപ്വാർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ റെഫറൻസ് പോയിന്റിൽ നിന്ന് താഴേക്കുള്ള യാത്ര ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് എടുക്കും. അപ്പോൾ റെഫറൻസ് പോയിന്റ് അപ്വാർഡ് പോസിറ്റീവ് ആണെങ്കിൽ ഡൗൺവാർഡ് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതിന് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ മുകളിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ താഴേക്കുള്ള ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഡിസ്റ്റൻസ് സംബന്ധിച്ച് എന്തില്ല? ഡയറക്ഷൻ ഇല്ല, നമുക്ക് എങ്ങനെയും പോവാം. അപ്പോൾ നമുക്ക് അവിടെ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്
നമ്മൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് എടുക്കാറുള്ളൂ. ദെൻ ഫോർത്ത് പോയിന്റ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ആൾ ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. നമ്മൾ നേരത്തെ കണ്ടു എ ബി പ്ലസ് ബി സി സം ചെയ്താൽ മാത്രം മതി, അതിന്റെ ആൾജിബ്രൈക് സം കണ്ടാൽ മാത്രം മതി നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട്. Then the net displacement is the vector sum of the individual displacements in different directions. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് സമയത്ത് നമ്മൾ എന്താ കാണുന്നത്, വി ആർ ഫൈൻഡിങ് ദി വെക്ടർ സം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സമയത്ത് നമ്മൾ കാണുന്നത് വെക്ടർ സം ആണ്, പക്ഷേ ഡിസ്റ്റൻസിന്റെ സമയത്ത് നമ്മൾ എന്താ കാണുന്നത്, ആൾജിബ്രൈക് സം ആണ്. ഇതാണ് വ്യത്യാസം. ഈ വെക്ടർ സം എന്താണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. Then for the time being, for displacement we will find the vector sum. For distance we will find the algebraic sum. Fifth point, there is always a distance covered whenever there is a motion. ഡിസ്റ്റൻസ് കവേർഡ് എല്ലായ്പ്പോഴും ഒരു വസ്തുവിനെ സംബന്ധിച്ചുണ്ടായിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0 ഇഫ് ദ ബോഡി കംസ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു സർക്കുലർ മോഷനിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വസ്തു വന്നു കഴിഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്നുള്ളത്. ദെൻ ദ കോമൺ ഫീച്ചർ എന്താണ്, സിക്സ്ത് പോയിന്റ് ആണത്, unit is meter. So in both case the unit is meter. So with this we are winding up here. Thank you for watching.